നമ്പർ 14 ഷീബ. നിങ്ങൾ അവിടെ ഇരിക്കണം, വിളിക്കാം. ഇരിപ്പ് തുടങ്ങിയിട്ട് 2 മണിക്കൂറായല്ലോ. ഞങ്ങളേക്കാൾ മുമ്പ് വന്നവരൊക്കെ പോയി. മണിക്കൂറിന്റെ കണക്കൊന്നും ഇവിടെ പറയണ്ട, ആവുമ്പോ വിളിക്കാം. ഇവിടെ എന്താ വല്ല സദ്യ അമിട്ടാണോ ആവുമ്പോ വിളിക്കാം? നീണ്ടാതിരിക്കുന്നേ, നമ്മൾ ക്ഷമിച്ചല്ലേ പറ്റൂ. ഞാൻ ഇറങ്ങിക്കോളാം. ലോകത്ത് ആരും ഇതിനു മുമ്പ് ഗർഭിണിയാവാത്ത പോലെ. ലോകത്ത് പലർക്കും ഗർഭമുണ്ടായി കാണും, പക്ഷെ എന്റെ ഭാര്യ ഗർഭിണിയാകുന്നത് ഇതിനാദ്യമായിട്ട്. ഏതാ? നല്ല തിരക്കാണല്ലോ. അതല്ലേ നേരത്തെ ഒന്ന് ടോക്കൺ എടുത്തു. നമസ്കാരം സിസ്റ്റർ. 10 വിളിച്ചായിരുന്നോ? 10 നമ്പർ 10 സരസ്വതി, വയസ്സ് 23. 10 എപ്പോഴേ വിളിച്ചു? സോറി, ഓട്ടോറിക്ഷ കിട്ടാൻ താമസിച്ചു പോയി. അപ്പൊ അടുത്തേക്ക് പോകാലോ. അതെങ്ങനെ? ഇനിയിപ്പോ ഏറ്റവും അവസാനേ പറ്റൂ. ആകെ സിസ്റ്റർ അത് പറഞ്ഞാൽ പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരും ടീച്ചേഴ്സാ. 10 മണിക്ക് സ്കൂളിലെത്താനുള്ളതാ. അതിന് ഇവിടെ പേര് വിളിക്കുന്നതിന് മുമ്പ് വരണ്ടേ? നമ്പർ 15 സരള. സിസ്റ്റർ പ്ലീസ്. പറ്റില്ല, തിരക്കാണെങ്കിൽ നിങ്ങൾ പോയിട്ട് സൗകര്യമുള്ളപ്പോ വന്നാൽ മതി. ഇതെന്നാ പറച്ചില്ല? സൗകര്യം നോക്കിയാണോ ഡോക്ടറെ കാണാൻ വരുന്നത്? ഇന്നാണ് ഡോക്ടറെ കാണേണ്ട ഡേറ്റ്. അതുകൊണ്ടാണ് ഇന്നലെ തന്നെ ഒന്ന് ടോക്കൺ എടുത്തത്. ഒരു ന്യായം വേണ്ടായോ? ഇവർക്ക് അല്ലേലും തണ്ടിത്തിരി കൂടുതലാ. ഇത്തിരി? താൻ ബഹളം ഉണ്ടാക്കാൻ തന്നെ വന്നാണോ? താനോ? ഞാനൊരു അധ്യാപകനാണ്. തോമസ് കുര്യൻ, MA BEd. സംസാരിക്കുമ്പോ മര്യാദ പാലിക്കാൻ പഠിക്കണം ആദ്യം. എന്താ ഇവിടെ പ്രശ്നം? ഡോക്ടർ, ഞങ്ങൾ 2 പേർക്കും രാവിലെ 10 മണിക്ക് സ്കൂളിൽ എത്താനുള്ളതാണ്. ടോക്കൺ 10. വരാനിച്ചിരി എന്നാ ചെയ്യാൻ? ആട്ടോ സമയത്ത് കിട്ടണ്ടായോ? അതിന് ഇവരൊരു മാതിരി മനുഷ്യപ്പറ്റില്ലാതെ. അടുത്തത് ഇവരെ വിട്ടോളൂ. ചെല്ല്. ഇതെന്നാ വാഴയ്ക്ക് ഉണ്ടാക്കാനാ പാഞ്ഞു പോകുന്നത്? പിടിച്ചു നിർത്തിട്ട് പൊട്ടിക്കാൻ ആളില്ലായിട്ടാ. എത്രാമത്തെ ബസ്സാ നിർത്താതെ പോകുന്നു? പറഞ്ഞിട്ട് കാര്യമില്ല സാർ, നമ്മുടെ നാട് നന്നാവില്ല. നമ്മളെ പറഞ്ഞാൽ മതിയല്ലോ. ഇനി സമയത്തിന് ബസ് നിർത്താൻ യൂണിയൻ ഉണ്ടാക്കേണ്ടി വരും. ഉമ്മല്ല യൂണിയന്റെ എണ്ണം വരുന്നത്. ബെല്ലടിക്കാൻ 10 മിനിറ്റേ ഉള്ളൂ. താമസിച്ചതിന് മോന്ത ഞാൻ കാണണ്ടായോ? എന്തായാലും ബസ് വന്നാലേ പോകാൻ പറ്റൂ. വരുന്നുണ്ട് ഒരെണ്ണം, അതെങ്കിലും നിർത്തൂ നോക്കാം. നിർത്തിയാ ആദ്യം. എന്റെ പൊന്നനിയ നമുക്ക് ഗർഭിണിയാണേ. എന്റെ ഭാര്യയാണ്. ഇതെല്ലാരും എന്റെ ഭാര്യ ആകത്തുണ്ടെന്ന് അവൾ ഈ വയറും വെച്ചോണ്ട്. ഇത്തിരി വൈകി. ഇത്തിരിയല്ല, 35 മിനിറ്റ് വൈകി. അല്ല ടീച്ചർ, സരസ്വതി ഡോക്ടറെ കണ്ട ദിവസമായിരുന്നേ. അപ്പൊ ഡോക്ടറെ കണ്ട് തിരിച്ചു വന്നപ്പോ ബസ് കിട്ടാൻ വൈകി. സരസ്വതി ടീച്ചർ സമയത്തിന് എത്തിയല്ലോ. എന്നാ പറയാനാ? ബസ്സിലോട്ടൊന്ന് ഇടിച്ച് ഒന്നും അല്ല കാര്യം. ജോലിയിൽ ആത്മാർത്ഥതയില്ല. എന്നെയിലെ കുട്ടികൾക്ക് ഇന്ന് ഫസ്റ്റ് പീരീഡ് മാസ്റ്റർ ക്ലാസ് വെച്ചിരുന്നല്ലേ, അത് പോയി. എന്ന് പറഞ്ഞാ നിങ്ങളെപ്പോലുള്ള ഒരു ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ട് പാവം കുട്ടികളാ വഴിയാതാരാവുന്നത്. എന്റെ ഒരു പീരീഡ് പോയെന്ന് വെച്ച് പിള്ളേർ എങ്ങനെ വഴിയാതാരാവുന്ന? കൂട്ടം കഴിഞ്ഞു ഞാനിവിടെ പഠിപ്പിക്കുന്നില്ലായോ? അതുകൊണ്ടായില്ലല്ലോ, കൃത്യനിഷ്ഠ വേണ്ടേ? അതെല്ലാവർക്കും വേണ്ടായോ? സമയത്തിന് ബസ് ഓടാത്തതും ഓടുന്ന ബസ്സിനകത്ത് എന്നെ കയറ്റാത്തത് എന്റെ കുഴപ്പം കൊണ്ടാണോ? ആരുടെ കുഴപ്പം കൊണ്ടായാലും ശരി, ഇത്ര ലേറ്റ് ആയിട്ട് വന്നിട്ട് ഇനി ഒപ്പിടാൻ പറ്റില്ല. മാസ്റ്റർ ഹാഫ് ഡേ ലീവ് എടുത്തോളൂ. എന്തിനാ ഹാഫ് ഡേ ആക്കുന്നത്? ഫുള്ളായിക്കോട്ടെ. ടീച്ചറെ, എന്റെ അപ്പച്ചന്റെ മുമ്പിൽ ഞാൻ ഇതേവരെ തോറ്റിട്ടില്ല. പിന്നെ എന്നാത്തിനാ പൊക്കി പാടുന്ന ഈ അവസ്ഥയില്? സാത്തി പാട്. അത് പാടല്ലേ? അത് വേണ്ട,
അത് മുട്ടും. അതൊക്കെ ഇരിക്കട്ടെ, എപ്പോ വന്നു? അയ്യോ, ഒന്നും പറയണ്ട. തോമസ് മാസ്റ്റർ ഇത് എന്ത് വിചാരിച്ചിട്ടാ? മാഷോ ക്ലാസ് എടുക്കുന്നില്ല, ടീച്ചറെങ്കിലും പഠിപ്പിച്ചോട്ടെ. ടീച്ചറെ, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ കൂടിയാണ്. അത് ടീച്ചർ പലപ്പോഴും മറക്കുന്നു. അത് വീട്ടില്. ഇവിടെ സൊള്ളാനും സല്ലപിക്കാനും ഞാൻ സമ്മതിക്കില്ല. കുട്ടികൾ അത് കണ്ടാ വളരുന്നേ. ഏത് കണ്ട്? മാഷേ, എന്നെ കൊണ്ട് അതും പറയിക്കരുത്. നിങ്ങളുടെ പ്രേമം തൊട്ട് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നവളാ ഞാൻ. പക്ഷെ ഒരു കാര്യം മാത്രം ടീച്ചറിന് അറിഞ്ഞൂടാ, ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം. അതറിയണേ കല്യാണം കഴിക്കണം. ടീച്ചറിന് അതിനുള്ള യോഗത്തിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇതാണ് പ്രശ്നം. ഇതിനകത്ത് വെള്ളം വരുന്നില്ല. അതൊക്കെ ഒന്ന് അഴിച്ചു നോക്കി എന്താ വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഈ വീട് വാടകയ്ക്ക് കൊടുത്തുള്ള ശല്യം അതാ. വെള്ളമില്ല, വെളിച്ചമില്ല, അതില്ല. അല്ല, ഇപ്പൊ ഈ തുണിയലക്കലൊക്കെ മാഷ് തന്നെ ആയോ? എന്നാ, ഞാൻ അലക്കിയ വെളുക്കലായിരിക്കും. പുരുഷന്മാർ ഇത്തരം വീട്ടുജോലികൾ ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷെ ഒരു 2 മാസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ജോലികളും ചെയ്യാൻ പറ്റുമോ? ഒരു സ്ത്രീയെ നിർത്തുന്നതാണ് നല്ലത്. എന്നാ ചെയ്യാനാന്ന് പെമ്പറന്നൂർ സമ്മതിക്കണ്ടായോ? താരസൂനൊന്നും ഇഷ്ടമല്ല. സംശയം അല്ലേ? ഈ പ്രണയവിവാഹത്തിനുള്ള ഒരു പ്രധാന തകരാറതാ. അല്ലത് സംശയമല്ല, വിശ്വസിച്ച് നിർത്താനുള്ള രക്ഷയെ കിട്ടണ്ടായോ? ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്ന വീട്ടില് ഒരു വേലക്കാരി പെണ്ണുണ്ടായിരുന്നു. അവക്കാണെങ്കിൽ ആ ചുറ്റുവട്ടത്ത് ചില ചില്ലറ ബന്ധങ്ങളൊക്കെ. എന്ന് പറഞ്ഞാൽ രണ്ടാളും സ്കൂളിൽ പോയാൽ പിന്നെ സൗകര്യം ഇല്ലയോ? സംഗതി കഴിഞ്ഞപ്പോ സരസു അവളെ അങ്ങ് പറഞ്ഞു വെച്ചു. അവസാനം ചീത്തപ്പേര് ആർക്കാ? എനിക്ക്. ഞാൻ അവളെ ഏതാണ്ട് ചെയ്തെന്നോ സരസു അത് കണ്ടെന്നോ നാട്ടുകാരുടെ മുമ്പ് അവസാനം ഞാനങ്ങ് വടിയായി. അല്ല, അതിൽ സത്യം വല്ലതുണ്ടോ? പാപ്പനാനേരെ, എന്റെ തന്തയ്ക്ക് വിളിച്ചാലും എന്നെ നായരെന്ന് വിളിക്കരുത്. 30ാമത്തെ വയസ്സിന് കുറിച്ചതാ ഞാൻ എന്റെ വാല്. വാലോ? ആ, നായരെന്നുള്ള വാല്. അന്ന് മുതൽ ഇന്ന് വരെ ഞാനൊരു പുരോഗമനവാദിയാ. ഉദാഹരണത്തിന് ഈ വീട് തന്നെ എത്ര പേര് വാടകയ്ക്ക് ചോദിച്ചതാ? ഞാൻ കൊടുത്തില്ല. മാഷ് ഒരു മിശ്രവിവാഹി ആയതുകൊണ്ട് മാത്രമാണ് മാഷക്ക് ഞാനിത് തന്നത്. നിങ്ങളൊക്കെ ജാതിയും മതവും ഇല്ലാത്തൊരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ? ഓ, അങ്ങനെ വലിയ പുരോഗമനവാദമൊന്നും എനിക്കില്ല. എന്നാ പിന്നെ മാഷ് എന്തിനാ ഈ നാട്ടുകാരെയും വീട്ടുകാരെയും അപ്പനെയും അമ്മയൊക്കെ വെറുപ്പിച്ചിട്ട് ഈ പട്ടത്തി പെണ്ണെ കല്യാണം കഴിച്ചത്? എന്ന് പറഞ്ഞാൽ എനിക്ക് സരസൂനെ ഇഷ്ടമായി, സരസൂന് എന്നെ. 2 വീട്ടുകാരുടെ കയറി അങ്ങ് എതിർത്തു. എന്നാ ചെയ്യാനാ? ഞാനിന്ന് വിളിച്ചോണ്ട് പോകും. ഏതായാലും ഞങ്ങൾക്ക് 2 പേർക്കും ജോലിയുണ്ട്. ഏതാ ഇനി ഇപ്പൊ ഞങ്ങൾക്ക് ആരുടെ ഔദാര്യം വേണ്ട. സ്നേഹവും ബന്ധവും കണക്കും പറഞ്ഞ് ഞാൻ കൂടെ കയറി ചെല്ലാനും പോകുന്നില്ല. അതാണ് ആണത്വം. ഓ, അങ്ങനൊന്നുമില്ല. ഒന്നും കഴിച്ചില്ലല്ലോ. മതി. ഇനി രസം കൂട്ടി ഇത്തിരി കൂടി ഉണ്ണാം. വേണ്ട, മതിയായിട്ടാ. എന്നും ഈ രസവും സാമ്പാറും മോരും കൂട്ടി മടുത്തൂല്ലേ? എന്നാരാ പറഞ്ഞേ? മുഖം കണ്ടാ എനിക്ക് അറിഞ്ഞൂടെ? മത്സ്യവും മാംസവും കഴിക്കണം തോന്നുമ്പോ ഹോട്ടലിൽ ചെന്ന് കഴിച്ചോളൂ. കയ്യും വായൊക്കെ നല്ലോണം സോപ്പിട്ട് കഴിക്കാൻ മതി. ഞാനൊരു കാര്യം പറയാം. നമുക്ക് 2 പേർക്കും ഒരുമിച്ച് പങ്കുവെക്കാൻ പറ്റുന്നത് ഏതാ? അതേ നമുക്ക് വേണ്ടു. അല്ല അതെന്റെ ഇഷ്ടം, സരസുവിന്റെ ഇഷ്ടം അങ്ങനൊന്നുമില്ല. ഇറച്ചി മീനുമൊക്കെ മൂക്കുമുട്ട ഞാൻ വെട്ടിയിട്ടുണ്ട്. അന്നൊക്കെ 3 നേരം കാണും വീട്ടില്. ആട്, കോഴി, പോത്ത്, പന്നി. അപ്പച്ചന് പന്നിന്ന് വെച്ചാൽ പ്രാണനാ. അതുപോലെ ഈ മീൻ പൊള്ളിക്കുന്നത്, ഇത്രേശമുള്ള മത്തി, അതിന്റെ ചെതുമ്പലൊക്കെ ചെത്തി കുടലും മണ്ടമൊക്കെ കളഞ്ഞ് അതിന്റെ പുറത്തോട്ട് ഉപ്പും മുളകും കൂടെ തേച്ച് പാടയിലെ അങ്ങനെ നിരത്തി വെക്കും. അതിന്റെ മീതെ വേറൊരു വാഴവല ഇട്ട് മൂടും. ഏതാ? എന്നിട്ട് പൊള്ളിക്കും. വെന്ത് കഴിഞ്ഞാൽ അവന്റെ തലയിലോട്ട് പിടിച്ച് പല്ലിനിടയ്ക്ക് വെച്ച് ഒറ്റ വലിയ മുള്ളു മാത്രം കയ്യിലിരിക്കും. മാതാവേ, എന്നാ സ്വാദാ! എന്നാ സരസു? എന്നാ? ഒന്നുമില്ല, പറയണ്ടാതൊന്നും. നിർത്തി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. എന്നതാ ഈ ആലോചിച്ച് കൂട്ടുന്നേ? ഒന്നുമില്ല. പിന്നെ എന്നതിനെ കണ്ണു നിറഞ്ഞേ? ഞാൻ പറയട്ടെ, വീട്ടുകാരെ പറ്റി ആലോചിച്ചല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല അതൊന്നും ആലോചിക്കരുതെന്ന്. ഒരു നസ്രാണിയെ കെട്ടിയ പട്ടത്തി പെണ്ണിനെ ഇനി അവർക്ക് എന്നാത്തിനാ? അത് പ്രതീക്ഷിക്കുന്ന അതെ. സരസുന് ഞാനില്ലേ? അപ്പയായിട്ടും അമ്മയായിട്ടും എല്ലാമായിട്ടും നമുക്ക് എന്നാത്തിനാ ബന്ധുക്കള്? കുറച്ചാളൂടെ കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഒരാളോട് വരാൻ പോവല്ലേ?
ഈ ലോകത്ത് നമ്മൾ 3 പേർ മതി.